ശശി തരൂരിന് അനുകൂലമാണ്. തരൂരിന് അനുകൂലമാണോ ഇക്കുറി? തീർച്ചയായും. ഈ രാജീവ് ചന്ദ്രശേഖർ വന്ന് വലിയൊരു പ്രചരണവും ഓളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മറുഭാഗത്ത് പന്തിനുമാണ്. അതുകൊണ്ട് ശശി തരൂരിനൊരു ഭീഷണി ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. ആണല്ലേ? ശശി തരൂരിന് ഇപ്പോഴും അനുകൂലമായ ഒരു ഘടകം എന്തായിരിക്കും? നാലാമത്തെ ഊഴം. കാര്യം 3 ഊഴമേ ചാൾസിന് പോലും തിരുവനന്തപുരം കൊടുത്തുള്ളൂ. അപ്പം 4ാമത്തെ ഒരു ഊഴം കിട്ടിയത് ചരിത്രമാണ്. അത് വർഗീയ കക്ഷികൾ അധികാരത്തിൽ വരരുത് എന്നുള്ള ഒറ്റ കാരണത്താൽ തീർച്ചയായും ശശി തരൂരിന് തന്നെയായിരിക്കും സാധ്യത. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ തീരദേശത്തെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് ആ വോട്ട് ഒരു വലിയ ബെൽറ്റുമാണ്. അപ്പോൾ ആ വോട്ടൊക്കെ എങ്ങോട്ട് പോകാനാണ് സാധ്യത? തീരദേശം ശശി തരൂരിനാകാനാണ് സാധ്യത. കാരണം ഈ വിഴിഞ്ഞം സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കാണിച്ചിട്ടുള്ളതും അതെ, അവർക്കെതിരെ കേസെടുത്തതും പിൻവലിക്കാതിരിക്കുന്ന നിരവധി കേസുകൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വോട്ടായി മാറും തീർച്ചയായും.